പറഞ്ഞത് പദ്ഭ്യാം ശൂദ്രോ അജായത എന്നാണ്. അദ്ദേഹം എടുത്തത് ഇതിലേക്കാണ്, പുരുഷ സൂക്തത്തിലേക്കാണ് എടുത്തത്. പദ്ഭ്യാം ശൂദ്രോ അജായത. എങ്ങനെയാണ് അതിന് ഇത്രയും നീചമായ അർത്ഥം ഉണ്ടാവുക? പദ്ഭ്യാം ശൂദ്രോ അജായത പറഞ്ഞിട്ടുള്ള എന്താണ്? സർവേ ശൂദ്രാഹ ജായന്തേ, എല്ലാവരും ശൂദ്രരായിട്ടാണ് ജനിക്കുന്നത്. സംസ്കാരാത് ദ്വിജ ഉച്യതേ, സംസ്കാരം കൊണ്ട് ദ്വിജനായിത്തീരുന്നു. അപ്പൊ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും സംസ്കാരമുണ്ട്, ഉപനയനമുണ്ട്. ആ ഉപനയനമുള്ളത് കൊണ്ട് ഈ മൂന്ന് കൂട്ടരെയും ദ്വിജന്മാർ എന്ന് പറയുന്നു. സംസ്കാരാത് ദ്വിജ ഉച്യതേ വേദജ്ഞാനാത് ഭവേദ് വിപ്രഹ, വേദം പഠിക്കുന്നത് കൊണ്ടാണ് വിപ്രനായിത്തീരുന്നത്. ബ്രഹ്മജാനാതി ബ്രാഹ്മണ, ബ്രഹ്മത്തെ അറിയുന്നവനാണ്, ബ്രഹ്മജ്ഞാനം ഉണ്ടായിട്ടുള്ളവനാണ് ബ്രാഹ്മണൻ എന്ന്. ഇതിന് ബൃഹദാരണ്യോപനിഷത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഗാർഗി എന്ന് പറയുന്ന പെൺകുട്ടിക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. യാജ്ഞവൽക്യൻ എന്ന ബ്രാഹ്മണൻ ഗാർഗിക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ സ്ത്രീകളെ പണ്ട് സ്ത്രീകൾ ഇവിടെ ഒന്നും അല്ലായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ബൃഹദാരണ്യോപനിഷത്തിൽ യാജ്ഞവൽക്യൻ ഗാർഗിയെ വിളിച്ചാണ് പറയുന്നത്. യസ്തു ഗാർഗി ഏതദ് വിദിത്വ അസ്മാൽ ലോകാത് പ്രൈതി സബ്രാഹ്മണഃ, ഈ ബ്രഹ്മവിദ്യയെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട്, അത് ഗാർഗിയോട് പറയുമ്പോൾ ഓരോ വാക്കും പറയുമ്പോൾ ഗാർഗി ഗാർഗി എന്ന് വിളിച്ചുകൊണ്ടാ പറയുന്നത്, വാത്സല്യം കൊണ്ടാണ്. ഏതത് ഹേ ഗാർഗി യസ്തു ഏതദ് വിദിത്വ, ഈ ബ്രഹ്മതത്വം അറിഞ്ഞിട്ട് ഏതൊരാൾ ഈ ലോകത്തിൽ നിന്ന് പോകുന്നുവോ, ഈ ലോകത്തിന് പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലൗകിക സുഖങ്ങളിൽ മുഴുകാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ, ഒരു വ്യക്തി. ഇതിന്റെ എന്താണ്? ലൗകിക സുഖങ്ങളിൽ താല്പര്യമില്ലാതെ അതിൽ മുഴുകാതെ വർത്തിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളാണ് ബ്രാഹ്മണൻ. യസ്തു ഏതത് അവിദിത്വ ഗാർഗി അസ്മാൽ ലോകാത് പ്രൈതി സകൃപണഃ, ഏതൊരാളാണോ ഈ ജ്ഞാനമില്ലാതെ ഈ ലോകത്ത് നിന്ന് പോകുന്നത്, അഥവാ ഈ ലോകത്തിന്റെ വ്യവഹാരങ്ങൾ അറിയാതെ നിൽക്കുന്നത്, അയാൾ കൃപണനാണ്. അപ്പൊ ബ്രാഹ്മണൻ എന്നുള്ളതിന്റെ വിപരീതമായി പറഞ്ഞ വാക്ക് കൃപണൻ എന്നാണ്, അറിവില്ലാത്തവൻ എന്നാണ്. അതാണ് ഭഗവത്ഗീതയിൽ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത്, കാർപ്പണ്യ ദോഷ ഉപഹത സ്വഭാവ, കാർപ്പണ്യം കൃപണത്വം കൊണ്ട് ഉപഹത സ്വഭാവനാണ് ഞാൻ, അറിഞ്ഞുകൂടാ കൃഷ്ണ, അതെനിക്ക് പറഞ്ഞു തരുമെന്നാണ്. അപ്പൊ ബ്രാഹ്മണൻ അറിവുള്ളവനും കൃപണൻ അറിവില്ലാത്തവനുമാണ്. ബ്രാഹ്മണൻ എന്ന പദത്തിന് കോൺട്രാസ്റ്റ് ആയിട്ട്, എതിരായിട്ട് പറഞ്ഞിട്ടുള്ള പദം കൃപണൻ എന്നുള്ളതാണ്. അപ്പോൾ ഇനി എവിടെയാണ് പുരുഷ സൂക്തത്തിൽ ഇത് പറയുന്നത്? പുരുഷ സൂക്തത്തിൽ പറയാണ്, യത് പുരുഷം വ്യദതുഹു കതിത വ്യകൽപയൻ മുഖം കിമസ്യ കൗബാഹു കാ ഊരു പാദ ഉച്ഛേദേ എന്ന് പുരുഷ സൂക്തത്തിലെ 12ാമത്തെ അല്ല, എത്രാമത്തെയാണ്? 11ാമത്തെ മന്ത്രമാണ്. പുരുഷ സൂക്തത്തിൽ 11ാമത്തെ മന്ത്രമാണ്. അപ്പോ പുരുഷ സൂക്തം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠ ദശാങ്കുലം എന്ന് പറയുന്ന തുടങ്ങുന്നതാണ് പുരുഷ സൂക്തം. അതിൽ ചോദിക്കുകയാണ്, ഈ പറയുന്ന വിരാട് പുരുഷൻ, ആ വിരാട് പുരുഷന്റെ മുഖം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. വിരാട് പുരുഷന്റെ മുഖം എന്താണ്? പിന്നെ എന്താണ്? അദ്ദേഹത്തിന്റെ ബാഹു എന്താണ്? കൗബാഹു, ബാഹുക്കൾ ഏതാണ്? കാഊരു, ഊരുക്കൾ എന്താണ്? കൗ പാദവും ഉച്ഛേദേ, അദ്ദേഹത്തിന്റെ പാദങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ആ പുരുഷന്റെ മുഖം എന്താണ് എന്നാണ് ചോദ്യം. അതിന് 12ാമത്തെ മന്ത്രത്തിൽ പറയുന്നു, ബ്രാഹ്മണോ അസ്യ മുഖം ആസീത് എന്നാണ്. ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ മുഖം ആയിത്തീർന്നു എന്നാണ്. അല്ലാതെ എന്തല്ല, ബ്രാഹ്മണൻ മുഖത്ത് നിന്ന് ഉണ്ടായി എന്നല്ല. എല്ലാ മനുഷ്യരും ഒരേപോലെ എവിടെ നിന്നാണ്? പാദത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. തന്നെയുമല്ല, അവിടെ പിന്നെയും പറയുന്നുണ്ട്, ചന്ദ്രമാ മനസോ ജാതഃ സൂര്യശ്ചക്ഷോരജായത മുഖാദിന്ദ്രശ്ച വന്നിശ്ച
പദ്ഭ്യാം ഭൂമിരജായത. ഭൂമി വരെ ഉണ്ടായത് എവിടുന്നാണ്? പാദത്തിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യരും ഉണ്ടായത് പാദത്തിൽ നിന്നാണ്. എന്നിട്ട് അതിൽ എന്ത് ചെയ്തു? ബ്രാഹ്മണഃ അസ്യ മുഖം ആസീത്. ബ്രാഹ്മണൻ അദ്ദേഹത്തിന് മുഖമായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നവരായി. നമുക്ക് നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിൽ നിരവധി അംഗങ്ങളുണ്ട്. ആ എല്ലാ അംഗങ്ങളും പാർട്ടിയുടെ വക്താക്കളല്ല. വക്താക്കളാകുന്നവരാരാണ്? അതിൽ പറയാൻ സാമർഥ്യമുള്ള ആളുകളെയാണ് വക്താക്കളാക്കി വെക്കുക. തന്നെയുമല്ല, പാർട്ടിയുടെ നയങ്ങളെയും തന്ത്രങ്ങളെയും വ്യക്തമായി കർമ്മ പദ്ധതികളെയും വ്യക്തമായി അറിയുന്ന ആളെയാണ് അതിന് മുഖമാക്കുക. മുഖം എന്ന് പറഞ്ഞാൽ അതിന് വക്താവ് എന്നാണ് അർത്ഥം. അപ്പൊ അത് പറയുന്നതിന് ബ്രാഹ്മണോ അസ്യ മുഖം ആസീത് ബാഹു രാജന്യകൃതഃ. കൃതഃ എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അവന്റെ ബാഹുക്കളാക്കി. ആരെ? രാജന്യനെ. രാജന്യൻ രാജാവ്, ഭരണം നടത്തുന്നവൻ, ക്ഷത്രിയൻ. ക്ഷതങ്ങളിൽ നിന്ന് ജനങ്ങളെ ത്രാണം ചെയ്യുന്നവൻ, രക്ഷിക്കുന്നവൻ, അതിന് തക്കതായ ബാഹുബലം ഉള്ളവൻ, കരുത്തുള്ളവൻ. കരുത്തുള്ളവനെ എന്താക്കി തീർത്തു? കൈയാക്കി തീർത്തു എന്നാണ്. പിന്നെയാണ് ഊരു. ഊരു തദസ്യദ്വൈശ്യഃ. വൈശ്യനെ ഊരുവാക്കി തീർത്തു. ഊരു എന്ന് പറഞ്ഞാൽ തുടകൾ എന്നാണ് അർത്ഥം. അതിന് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത എന്ന് ശരിക്ക് പ്രതീകാത്മകമായി പറഞ്ഞുകൊണ്ടാണ് ഉത്പാദനക്ഷമത ആണ്. എന്താണ് വേണ്ടത്? രാജ്യത്തിന് വേണ്ട സമ്പത്തിനെ ഉണ്ടാക്കുന്നവനാണ് വൈശ്യൻ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഊരു തദസ്യദ്വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത. കാലിൽ നിന്ന് ശൂദ്രനുണ്ടായി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എല്ലാവരും സർവേ ശൂദ്രാഹ ജായന്തേ സംസ്കാരാത് ദ്വിജ ഉച്യതേ. സംസ്കാരം കൊണ്ട് ദ്വിജൻ എന്ന് പറയുന്നു. പിന്നെന്താണ്? വേദം പഠിച്ചാലും ബ്രാഹ്മണനാകുന്നില്ല. വേദജ്ഞാനാത് ഭവേദ് വിപ്രഹ. അപ്പോഴും വിപ്രൻ എന്നേ പറയുന്നുള്ളൂ. ബ്രഹ്മജാനാദി ബ്രാഹ്മണ. ബ്രഹ്മത്തെ ബ്രഹ്മജ്ഞാനമുണ്ടായവൻ. അഥവാ നമ്മുടെ പാസ്റ്റർ പറഞ്ഞ വിധത്തിൽ പറയുകയാണെങ്കിൽ തിയോളജി ശരിയായി മനസ്സിലാക്കിയാണ്. അപ്പോഴാണ് എന്താവുന്നത്? ബ്രാഹ്മണനായിട്ട് തീരുന്നത് എന്നർത്ഥം. ഇവിടെ കൃത്യമായിട്ട് വേദത്തിലെ ഈ മന്ത്രത്തിന് അതിന്റെ ഭാഷ്യം എഴുതിയ സായണൻ, വേദത്തിന്റെ ഭാഷ്യം, ഏറ്റവും നല്ല ഭാഷ്യം എഴുതിയിരിക്കുന്നത് സായണനാണ്. സായണൻ ആ കാലത്ത് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത്ര മുഖബാഹു ഊർവാദയോ വൃത്തിഭേദമാത്ര പരാമർശകാഹ. അത്ര മുഖബാഹൂർ ഊർവാദയോ വൃത്തിഭേദമാത്ര പരാമർശകാഹ. അവിടെ മുഖമെന്നും ബാഹുവെന്നും ഊരുവെന്നും പാദമെന്നും എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ്? വൃത്തിഭേദമാത്ര പരാമർശകാഹ. വൃത്തി, പ്രവൃത്തിയിലുള്ള വ്യത്യാസത്തെ മാത്രം പരാമർശിക്കുന്നതാണ്. അല്ലാതെ എന്തല്ല? നതു ജാതി വാചി, ജാതിയെ പറയുന്നതല്ല. വൃത്തി, പ്രവൃത്തി അനുസരിച്ചാണ് അത്. അതുകൊണ്ട് തന്നെയാണ് ആര് പറയുന്നത്? നമ്മുടെ മനുസ്മൃതിയാണ് അദ്ദേഹം വളരെ ചീത്തയായിട്ട് പരാമർശിച്ചത്. മനു പറയുന്നു എന്താണ്? ശൂദ്രോ ബ്രാഹ്മണതാം ഏതി ബ്രാഹ്മണശ്ച ഏതി ശൂദ്രതാം. ശൂദ്രോ ബ്രാഹ്മണതാം ഏതി ബ്രാഹ്മണശ്ച ഏതി ശൂദ്രതാം. ക്ഷത്രിയാത് ജാതമേവം തു വിദ്യാത് വൈശ്യാത് തഥൈവ ച. മനുസ്മൃതിയിലെ 10-ാം അധ്യായത്തിലെ 65-ാമത്തെ ശ്ലോകമാണ്. ആർക്ക് വേണമെങ്കിൽ നോക്കാം, ഇവിടെ ഇരിപ്പുണ്ട് ഗ്രന്ഥം. ശൂദ്രോ ബ്രാഹ്മണതാമേതി. ശൂദ്രൻ ബ്രാഹ്മണതയെ പ്രാപിക്കുന്നു. ബ്രാഹ്മണശ്ച ഏതി ശൂദ്രതാം. ബ്രാഹ്മണൻ ശൂദ്രതയെയും പ്രാപിക്കുന്നു. രാജന്യസ്യ തഥാപത്യം. അപ്രകാരം തന്നെയാണ് രാജാവിന്റെ മകനും. രാജാവിന്റെ മകൻ ആരായിത്തീരും? രാജാവിന്റെ മകൻ ബ്രാഹ്മണനാകും. നമ്മുടെ വിശ്വാമിത്രനെ പോലെയൊക്കെ ബ്രാഹ്മണൻ നേടി. അല്ലെങ്കിൽ ശൂദ്രനോ ചണ്ടാലനോ ആയിത്തീരും. ത്രയ്യാരുണന്റെ മകൻ, സയ്യാറിന്റെ മകൻ സത്യവ്രതൻ. ആ സത്യവ്രതനാണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു ചണ്ടാരൻ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ചിട്ട് ആരാണ്? ത്രിശങ്കു സ്വർഗം.
ത്രിശങ്കുവിന്റെ പേരെന്താണ്? സത്യവ്രതൻ എന്ന ക്ഷത്രിയനാണ് ത്രിശങ്കു. അല്ലാതെ ത്രിശങ്കു ഒരു വെറും ചണ്ടാലനല്ല, കർമ്മചണ്ടാലനാണ്. എന്താണ് ത്രിശങ്കു? ത്രയ്യാരുണൻ എന്ന് പറയുന്ന ധർമ്മനിഷ്ഠനായ രാജാവിന്റെ മകനാണ് സത്യവ്രതൻ. അയാൾ എന്താണ് ചെയ്തത്? ഒരു വിവാഹപ്പന്തലിൽ, ഒരു വിവാഹം നടക്കുന്നിടത്ത് പന്തലിൽ ചെന്നിട്ട് വധുവിനെ തട്ടിക്കൊണ്ടുപോയി. വസിഷ്ഠ മഹർഷിയുടെ ഹോമധേനുവിനെ കൊന്നു തിന്നു. അതിന്റെ മാംസം വിശ്വാമിത്രന്റെ ഭാര്യയെ കൊണ്ടും മക്കളെ കൊണ്ടും തീറ്റിച്ചു അറിയിക്കാതെ. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തപ്പോഴാണ് നീ ചണ്ടാലനായി പോകാൻ പറഞ്ഞത്. അല്ലാതെ അതാരല്ല, അത് കാട്ടിൽ ജനിച്ച ഒരാളല്ല, ഒരു വനേചരനല്ല, വേണമെന്നല്ല, ഒരു ക്ഷത്രിയനാണ് എന്തായി മാറിയത്? ഈ പറയുന്നത് പോലെയുള്ള ഈ വൃത്തി അവലംബിച്ച് ചണ്ടാലനായി മാറിയത്. അപ്പൊ പ്രവൃത്തികൾക്കനുസരിച്ച് ശൂദ്രോ ബ്രാഹ്മണതാമേതി, ശൂദ്രൻ ബ്രാഹ്മണനായി തീരും. അതെവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? ഛാന്തോഗ്യോപനിഷത്ത് എടുത്തു നോക്കുക. അതിന്റെ 4-ാം അധ്യായം ഛാന്തോഗ്യോപനിഷത്ത് ഇവിടെയും വാങ്ങാൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ 4-ാമത്തെ അധ്യായം എടുത്തു നോക്കുക.